വെള്ളിടി വീണ പോലെ ബെഡ്റൂമിന് പുറത്തുനിന്ന് കതകിന് 4 ഇടി. സന്തോഷം ഞെട്ടിപ്പോയി. ഭാര്യയും പൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങാതെ എണീറ്റ് വാടാ. എടാ സന്തൂട്ടാ, നിന്റെ സുഹൃത്ത് സജി ഒന്ന് വിളിക്കുന്നു, പുറത്തിറങ്ങടാ നീ. പുറത്തുനിന്നുള്ള അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഭാര്യ സൗമ്യയെ കോർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയായിരുന്ന സന്തോഷിന്റെ കൈയൊന്ന് അയഞ്ഞു. ഒച്ച കേട്ട് കൂട്ടത്തിൽ സൗമ്യയും ഉണർന്നു. അവൾ ചുമരിലെ ക്ലോക്കിൽ നോക്കി. സമയം 6:15 വരുന്നതേയുള്ളൂ. ആരെ ഈ കൊച്ചു ഉൾപ്പങ്കാലത്ത്? സജിയോ? അവനതിന് എന്നെ വിളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷം എണീറ്റ് ബെഡിലിരുന്നു. വീണ്ടും പുറത്തുനിന്ന് കല്യാണം എന്ന ചടങ്ങായിട്ട് ഒരു പെണ്ണിനെയും കൂടെ പൊറുതി തുടങ്ങി കുറേയായി. എപ്പോഴും ജോലിയും കൂലിയില്ലാതെ അങ്ങനെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. പുറത്തിറങ്ങടാ നീ. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്താ? ആരാ? അത് അപ്പുറത്തെ വീട്ടിലെ സജി വന്നിട്ട് വരാന്തയിൽ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. നീ അവനോട് കടം വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഏയ് ഇല്ല, ഞാൻ നോക്കട്ടെ. അവൻ സജിയെ കണ്ടു. എന്താടാ വെളുപ്പിനെ? എടാ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ഫോണിൽ രാത്രി സ്വിച്ച് ഓഫ് ആണല്ലോ. സന്തോഷ്, നിനക്ക് ജോലിയില്ലല്ലോ. നിനക്ക് നല്ലൊരു ജോലി എത്തിയിട്ടുണ്ട്, അത് പറയാൻ വന്നതാ. ആണോ? എന്താണ്? ടൗണിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലാണ്. അവിടെ 2 പേരെ വേണം. എനിക്കും നിനക്ക് ആ ജോലി ചെയ്യാമെന്നാണ് അച്ഛൻ പറഞ്ഞ്. ഇന്ന് ജോലിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. എടാ കമ്പനി ആകുമ്പോൾ ഇൻ്റർവ്യൂ മറ്റു അതുപോലുള്ള ചടങ്ങുകളൊക്കെ വേണ്ടേ? എടാ അതൊന്നും വേണ്ടെന്നാ പറഞ്ഞ് ഇന്നങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാനാ പറഞ്ഞേക്കണ അച്ഛൻ. അതെ, അച്ഛൻ നമ്മളെക്കുറിച്ചുള്ള എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതാവും നേരിട്ടുള്ള നിയമനം. ആഹാ കൊള്ളാം, ശരി ചെല്ലാം. എങ്കിൽ നമുക്ക് പോവാല്ലേ? അതേടാ, അത് പറയാൻ രാവിലെ തന്നെ വിളിച്ച്. ഇന്ന് നിനക്ക് വേറെ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോവാലോ. അത് ഞാൻ വെളുപ്പിനെ വന്ന് പറയാമെന്ന് വെച്ച്. ഒരുപാട് നേരം ഉണ്ടല്ലോ. ശരി, അപ്പോൾ ഞാൻ പോവാ. ഫോൺ ഓൺ ആക്കിയിട്ട് 8:30 വീട്ടിലേക്ക് വരും. നമുക്കൊന്നിച്ച് ബൈക്കിൽ പോവാം, ഞാനവിടെ ഉണ്ടാവും. അതേടാ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടി അത്ഭുതമായി തോന്നുക. ഞാൻ അതേക്കുറിച്ച് മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവുക. റെഡി ആയിട്ട് ഞാൻ വരാം. സജി പോയി. എന്താ സന്തോഷേട്ടാ, എന്തിനാ സജി വന്ന്? അത് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു കമ്പനിയിൽ ജോലി തരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ അപ്പോയിൻമെൻറ്റ്. അച്ഛന് ധിക്കരിച്ചോടി വന്നിട്ടും അച്ഛനോട് കോംപ്രമൈസ് ചെയ്ത് അച്ഛൻ്റെ കമ്പനി ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ. എന്തായാലും ഇപ്പം ഇങ്ങനെ ജോലി തരപ്പെട്ടല്ലോ, ഭാഗ്യം. സന്തോഷം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ? കോടീശ്വരനായ രാജശേഖരൻ മുതലാളിയുടെ മകളെ വളച്ച് പ്രേമിച്ച് പുറത്തേ അടിച്ചപ്പോൾ പിടിച്ചു നിന്ന് തന്റെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചാണ് മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കൊടുത്ത കേസിന്റെ സ്റ്റേഷനിൽ ഭാര്യയും കൂടി താൻ എത്തിയപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഫോട്ടോകളും അവൾ പ്രായപൂർത്തിയായ സർട്ടിഫിക്കറ്റും കാണിച്ച് അയാളെ എളിപ്പിനാക്കിയെന്ന് സ്റ്റേഷനിൽ. കൂടാതെ അവളും പറഞ്ഞു തന്നോടൊപ്പം വരുമെന്ന്. അതോടെ തകർന്നു പോയ അയാൾ എല്ലാവരുടെയും മുമ്പിൽ തന്നെ കവിളത്ത് ആഞ്ഞടിച്ചപ്പോൾ സൗമ്യയുടെ അച്ഛൻ തന്റെയോ അച്ഛനിൽ നിന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. എങ്കിലും പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും മുമ്പിൽ വെച്ച് തനിക്ക് കൊണ്ട് ആ തല്ല് തന്നിൽ നാണക്കേടുണ്ടാക്കി. മകളെ കാണാതെ ഷോക്കിൽ തകർന്നു പോയ അയാളുടെ ഭാര്യയുടെ നിർമ്മത്തിന് വഴങ്ങി അയാൾ മകളോടൊരു കോംപ്രമൈസിന് തയ്യാറായി. തനിക്ക് അയാളുടെ കമ്പനിയുടെ മാനേജർ പദവി വാഗ്ദാനം ചെയ്ത് തന്നെയും കൂട്ടി വരാൻ മകൾ സൗമ്യയെ നിർബന്ധിക്കുന്ന കുറേ നാളായി. തന്റെ ആത്മാഭിമാനം സമ്മതിക്കാതെ ആ കാര്യം ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വകയും അമ്മയുടെ പെൻഷൻ തുകയൊക്കെ കഷ്ടിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. പഠിച്ച ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊന്നും എവിടെയും വിലപ്പോയില്ല. അത് ചൊല്ലി ഭാര്യ സൗമ്യയുടെ വഴക്കെന്നും കേൾക്കുന്ന പതിവാണ്. എന്തായാലും വേറെ ജോലി കിട്ടിയല്ലോ, സമാധാനമായി പോവുക തന്നെ. കഷ്ടപ്പെട്ട് കുടുംബം പോറ്റണം, അവൻ തീരുമാനിച്ചു. അവളുടെ ചോദ്യത്തിന് ഓരോന്നും പറഞ്ഞ് ഇന്നത്തെ സമാധാനം കളയണ്ട. സന്തോഷം കൂട്ടുകാരൻ സജി ആ കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം സന്തോഷ് ജോലിക്ക് പോയപ്പോൾ സൗമ്യയ്ക്ക് അച്ഛൻ്റെ കോള് വന്ന്. മോളെ, എപ്പോഴാ വീട്ടിൽ വരുന്നത്? അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്ന എനിക്കറിയില്ലേ? അച്ഛാ ഞാൻ വരാച്ചാ. സന്തോഷിനെ ഇതുവരെ മനസ്സിലായിട്ടില്ല അത് അച്ഛൻ്റെ കമ്പനിയാണെന്ന്. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മാനേജറെ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവിടെ പോവാറില്ല ഇപ്പോൾ. അതുകൊണ്ട് അതെൻ്റെ കമ്പനിയാണെന്ന് അവനറിയില്ല. ജോലി ചെയ്യട്ടെ, ഏതായാലും ക്രമേണ അതിൻ്റെ നേതൃസ്ഥാനത്ത് അവനെ ആക്കാം. എനിക്കൊരു മോളല്ലേ ഉള്ളൂ, ഈ കാണുന്നതെല്ലാം നിനക്കല്ലേ. അച്ഛൻ്റെ വാക്ക് കേട്ട് അവൾ കണ്ണീരണിഞ്ഞു. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ വീട്ടിൽ നിന്ന് ചാടിപ്പോകുമ്പോൾ അവരെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവർ ശ്രദ്ധിക്കുന്നില്ല. പ്രേമത്തിന്റെ സാക്ഷാത്കാരം മാത്രമാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം. കരുണയും സ്നേഹമുള്ള മാതാപിതാക്കൾ അവർ എത്ര വലിയവരായാലും ചിലപ്പോൾ മക്കളെ ചേർത്ത് നിർത്തും. അച്ഛൻ്റെയും അമ്മയുടെയും നന്മ കാണാതെ പോയ അവൾ തേങ്ങി.